എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട വളരെ രസകരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു ഡിസ്കഷനെ കുറിച്ചിട്ടാണ്, ഡിബേറ്റിനെ കുറിച്ചിട്ടാണ്. ഇന്ത്യയിൽ മനുഷ്യൻ കഴിഞ്ഞാൽ പിന്നീട് വ്യക്തമായിട്ടുള്ള പൊളിറ്റിക്കൽ ഐഡന്റിറ്റി ഉള്ള രണ്ട് ജീവികളെ ഉള്ളൂ. അതൊന്ന് പശുവും ഒന്ന് പന്നിയാണ്. ഈ പന്നിയുടെയും പശുവിൻ്റെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതിനെ ആഹരിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, രാഷ്ട്രീയ ചായ്വ് വെച്ചിട്ട് അവിടെ രാഷ്ട്രീയം പറയാനായിട്ട് ഒരു വലിയ കൂട്ടം ആളുകൾ വന്നു ചേരും. ഈ ഒരു ഘട്ടത്തിൽ പന്നിക്കാണ് കുറച്ച് പിടിയുള്ളത്. കാരണം ഇന്ത്യ റൂൾ ചെയ്യുന്ന മജോറിറ്റേറിയൻ പൊളിറ്റിക്സിന്റെ ഒരു ലക്ഷ്യമാണ് ഒരു മൈനോറിറ്റിയെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അവരുടെ ചില താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഈ പന്നി പ്രൊമോഷൻ നടത്തുന്നത് വഴി അവരിൽ ചില ആളുകൾക്ക്, ഈ മജോറിറ്റേറിയൻ പൊളിറ്റിക്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾക്ക് ചിലർ സന്തോഷമൊക്കെ കിട്ടാറുണ്ട്. ചില ആളുകൾക്ക് പന്നി വലിയ ഇഷ്ടമൊന്നുമില്ല. എന്നാൽ കൂടെ ഈ ഒരു രാഷ്ട്രീയം ഉള്ളതുകൊണ്ട് 2 പീസ് കഴിച്ചേക്കാം എന്ന് തീരുമാനിച്ച ആളുകളുണ്ട്, കഴിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്, കഴിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഡിബേറ്റ് ഈ പോർക്കുമായി ബന്ധപ്പെട്ട് വന്നതിന്റെ പിന്നിൽ 2 വീഡിയോസ് ആണ്. അതിൽ ആദ്യത്തെ വീഡിയോ ഒന്ന് കാണിക്കാം. മുസ്ലിംസ് പന്നി കഴിക്കാത്തത് റിലീജിയസ് പ്രോഹിബിഷൻ ഉള്ളത് കൊണ്ടാണ്. പക്ഷേ സയൻസ് എന്തുകൊണ്ടാണ് പന്നി കഴിച്ചു കഴിഞ്ഞാൽ നല്ല പണി കിട്ടുമെന്ന് പറയുന്നത്? അതിന്റെ റീസൺസ് നോക്കിയാലോ. റീസൺ നമ്പർ 1, സാധാരണ മൃഗങ്ങളിലെ ടോക്സിൻസ് പുറത്തേക്ക് പോകുന്നത് മനുഷ്യനെ പോലെ വിയർത്തിട്ടാണ്. പക്ഷേ പന്നി ആണെങ്കിൽ വിയർക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ടോക്സിൻസ് ഇതിന്റെ ഉള്ളിൽ തന്നെ കിടക്കും. അപ്പൊ നിങ്ങൾ ഈ പന്നിയെ കഴിക്കുന്ന സമയത്ത് ഈ ടോക്സിൻസ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ശരീരത്തിലേക്കും പോകും. റീസൺ നമ്പർ 2, പന്നിയുടെ ശരീരത്തിൽ സാധാരണ മൃഗങ്ങളെക്കാളും കൂടുതലായിട്ടാണ് പാരസൈറ്റ്സ് ഉള്ളത്. ഇതിൽ ചില പാരസൈറ്റ്സ് നിങ്ങളുടെ ശരീരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സീഷ്യസ് ആൻഡ് ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് വന്നേക്കാം. പന്നി കണ്ടുവരുന്ന ഒരു പാരസൈറ്റ് ആണ് ടോക്സോപ്ലാസ്മ ഗോണ്ടി. ഇത് ഉള്ളിൽ ചെന്നാൽ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ മിസ്കാരേജോ അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ബർത്ത് ഡിഫക്ട്സോ വന്നേക്കാമെന്നാണ് സയൻസ് പറയുന്നത്. റീസൺ നമ്പർ 3, ഇത്ര ടെമ്പറേച്ചറിൽ പന്നിയെ വേവിച്ചു കഴിഞ്ഞാൽ പാരസൈറ്റ്സ് ഒക്കെ ചത്തോളും എന്ന് പറയാൻ പറ്റിയ ഒരു ഗ്യാരണ്ടി ടെമ്പറേച്ചർ ഇതുവരെ സയന്റിസ്റ്റുകളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഇതുകൊണ്ട് തന്നെ നല്ലപോലെ വേവിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള കീടനാശികളൊക്കെ നശിക്കും, പാരസൈറ്റ്സ് ഒക്കെ പോകും എന്നുള്ളതും നമുക്ക് പറയാൻ പറ്റില്ല. റീസൺ നമ്പർ 4, പന്നി യൂഷ്വലി കഴിക്കുന്നത് കംപ്ലീറ്റ് വേസ്റ്റ് ആണ്. ചില സമയങ്ങളിൽ അത് അതിന്റെ വിസർജ്യം തന്നെ കഴിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, യു ആർ വാട്ട് യു ഈറ്റ്. നിങ്ങൾ എന്താണോ കഴിക്കുന്നത് അതാണ് നിങ്ങൾ. ഈ ദൂഷ്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തും. റീസൺ നമ്പർ 5, പന്നിയിൽ അടങ്ങിയിട്ടുള്ള ഫാറ്റും കൊളസ്ട്രോളും മറ്റുള്ള മീറ്റിനേക്കാൾ വളരെ കൂടുതലാണ്. റെഗുലർ ആയിട്ട് പന്നി കഴിച്ചാൽ ഹൃദ്രോഗവും സ്ട്രോക്കും കാർഡിയോവാസ്കുലർ ഇങ്ങനെയുള്ള 100 വീഡിയോസ് നമ്മൾ ഡെയിലി കാണാറുണ്ട്. പോർക്ക് എന്ന് പറയുന്നത് സയൻസിന്റെ അടിസ്ഥാനത്തിൽ കഴിക്കാനേ പാടില്ലാത്ത ഒരു ഭക്ഷണമാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ധാരാളം വീഡിയോസ് ഉണ്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാം ഫീഡിലേക്ക് ഇടയ്ക്കൊക്കെ കടന്നു വരുന്ന ഒരു ചെറിയ പാവം ചേട്ടനുണ്ട്. ആ ചേട്ടനാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ആട്ടിൻകുട്ടിയൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടായിരിക്കും വരുന്നത്. അദ്ദേഹം പറയുന്നത്, പ്രോട്ടീനൊക്കെ ഇവനെ കൊല്ല വേണ്ട, നിങ്ങൾക്ക് പ്രോട്ടീൻ കിട്ടാനായിട്ട് വേറെ പച്ചക്കറികൾ കഴിച്ചാൽ മതി എന്നൊക്കെ അദ്ദേഹം പറയും. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പല ആളുകൾ വന്ന് പറയും. ഈ പോർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ വരുന്ന സമയത്ത് നമ്മളൊന്ന് സസൂക്ഷ്മം അതിനെ വീക്ഷിക്കും. കാരണം ലോകത്ത് ഒരു വലിയ കൂട്ടം ആളുകൾ വളരെ സേഫായിട്ട് അവരുടെ ഭക്ഷണക്രമത്തിൽ ആഡ് ചെയ്തിരിക്കുന്ന ഒരു മീറ്റാണ് ഈ പോർക്ക് മീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്താണ് ഇത്ര കണ്ടുപിടിച്ച് പറയുന്നത്, അതെന്താണ് ഇത്രമാത്രം നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നൊക്കെ ഒരു ചിന്ത വരിക സ്വാഭാവികമാണ്. കാരണം ഭക്ഷണത്തിൽ അത്രയധികം രാഷ്ട്രീയം കലർത്തുന്ന ഒരു രീതി നമുക്കിവിടെ ഉണ്ട്. ഇനിയിപ്പോൾ മറ്റ് വീഡിയോസിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രമല്ല, നമ്മൾ ഡെയിലി കഴിക്കുന്ന പല ഭക്ഷണത്തെക്കുറിച്ചിട്ടും അതിൻ്റെ ദൂഷ്യഫലങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള വീഡിയോസ് ധാരാളം ഉണ്ട്. നമുക്ക് പൊറോട്ട കഴിക്കാനായിട്ട് പേടിയാണ്, ചോറുണ്ണാനായിട്ട് പേടിയാണ്, ഭയങ്കരമായിട്ടുള്ള പേടികളുണ്ട്. എന്നാൽ നമ്മൾ പേടിയോടെ കണ്ടിരുന്ന പല കാര്യങ്ങളെയും പേടിക്കേണ്ട, അത് കഴിച്ചോളൂ എന്ന് പറയുന്ന പല വീഡിയോസും ഉണ്ട്. ഒരു ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ. ഞങ്ങൾ ഏകദേശം ഒരു കിലോ ബീഫൊക്കെ കഴിക്കും. ഈ ബീഫ് കഴിച്ചാൽ ഫാറ്റ് ഉണ്ടാവും എന്നൊക്കെ പറയണമെങ്കിൽ ഞങ്ങളെ മേത്തൊക്കെ ഫാറ്റാണ്. ആൾക്കാര് പറ്റിച്ചാണ്, ജനങ്ങളാണ് പറ്റിച്ച്. എന്താന്ന് വെച്ചാൽ ഓല പ്രൊഡക്റ്റ് ചെലവാൻ വേണ്ടിയിട്ട് ഈ ഓട്സും മറ്റേ ഫ്രൂട്ട്സ് ഒക്കെ ചെലവാൻ വേണ്ടിയിട്ട് അതൊക്കെയാണ് ഹെൽത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരാണ് പറ്റിക്കാണ്. ബീഫാണ് കഴിച്ചു നോക്കി, ഡെയിലി ബീഫ്, എന്നും ബീഫ്, ഓരോ കിലോ ബീഫ് അടിച്ചോളി, ഒരു പ്രശ്നവും വരില്ല. ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ 1 കിലോ ബീഫ് വാങ്ങിച്ച് ഡെയിലി കഴിക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തട്ടിപ്പോവും. എൻ്റെ ഒരു ബോഡി അങ്ങനെയല്ല. ഞാൻ ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ടും കൊളസ്ട്രോൾ വരും. ഈ തൊലിപ്പുറത്ത് വലിച്ചു നോക്കിയിട്ട് കണ്ടോ ഫാറ്റ് ഇല്ല എന്ന് പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നത്. തൊലിപ്പുറത്ത് ഉള്ള ഫാറ്റിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ അടിയിലിരിക്കുന്ന ഫാറ്റിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല അറ്റാക്ക് വരുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഈ ധമനികളുടെ കാര്യമൊക്കെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതിനെക്കുറിച്ചിട്ട് ഞാൻ ആധികാരികമായിട്ട് പറയുന്നില്ല. എവിടെ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പോലും കൃത്യമായിട്ടുള്ള ധാരണയില്ലാതാണ് ചില കോച്ചുകൾ ഇറങ്ങിയിരിക്കുന്നത്. എല്ലാ ഫുഡിനും ചില ആളുകൾക്ക് ചില സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓരോ ആളുകളും അവരുടെ ശരീരത്തിന് വേണ്ട, അവരുടെ ഡയറ്റീഷ്യൻ പറയുന്നത് പോലെ, അവരുടെ ഡോക്ടർ പറയുന്നത് പോലെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുക. ഇതിനകത്ത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഗതിയൊന്നുമില്ല. പിന്നെ ഫുഡിൽ രാഷ്ട്രീയം കലർത്തുന്ന സമയത്ത്, മതം കലർത്തുന്ന സമയത്താണ് ഈ ബാക്കിയുള്ള ആളുകളിലേക്ക് അടിച്ചേൽപ്പിക്കാനായിട്ട് തോന്നുക. ബീഫിൻ്റെ കാര്യത്തിലും പോർക്കിൻ്റെ കാര്യത്തിലും മെയിനായിട്ടുള്ള സംഗതി അതാണ്. ഇപ്പോൾ ചില ആളുകൾ വന്ന് വളരെ രസകരമായിട്ട് ഇരവാദം അങ്ങോട്ട് മുഴക്കും. ബീഫിൻ്റെ പേരിൽ തല്ലിക്കൊല്ലുന്നത് പോലെ ഞങ്ങൾ തല്ലിക്കൊല്ലുന്നില്ലല്ലോ, പോർക്ക് ഞങ്ങൾക്ക് ഹറാമാണ്, നിങ്ങൾ അത് കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന ദൂഷ്യഫലങ്ങൾ ഉണ്ടെന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ, ഞങ്ങൾ നിങ്ങളെ തല്ലിക്കൊല്ലാനായിട്ട് വരുന്നില്ല.
ഈ കണ്ണീർ കഥയൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? രാഷ്ട്രീയ പ്രാതിനിധ്യമുള്ള പ്രബലരായിട്ടുള്ള മതങ്ങൾ അവരുടെ ചില ഭക്ഷണ രീതികൾ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കും. ഇവർക്ക് രാഷ്ട്രീയ പ്രാതിനിധ്യം കാര്യമായിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അവർ നമ്മളെ തല്ലാനും കൊല്ലാനായിട്ടും വരുന്നില്ല, വന്നിട്ട് കാര്യമില്ല. അവർക്ക് ആ ഒരു പ്രാതിനിധ്യം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, അവർ പ്രബലന്മാരായിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ പോർക്ക് ബാൻ വന്നേനെ. പോർക്കിന്റെ പേരിൽ നമ്മളെ വെടിവെച്ച് വല്ലതും കൊന്നേനെ. ഇപ്പോൾ ഞാൻ കാണിച്ച ആദ്യം കാണിച്ച ആ ഒരു വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്ത് ബൂം ബാങ് എന്ന ചാനലിലെ ക്രിയേറ്റർ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന് അത് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള എല്ലാവിധ റൈറ്റും ഉണ്ട്. അദ്ദേഹം ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഹണ്ടിങ്ങിന് പോയിട്ടുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം നല്ല പ്രോപ്പറായിട്ട് മീറ്റ് കുക്ക് ചെയ്യുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ട്. കുക്ക് ചെയ്യാതെ മീറ്റിനെ എങ്ങനെ പ്രോസസ്സ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മീറ്റിൻ്റെ പല ഡിഷസ് അദ്ദേഹം ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ അറിയില്ല. ഗംഭീരമാണ് വീഡിയോസ്. അതേപോലെ തന്നെ ഈ മീറ്റ് ഭക്ഷണക്രമത്തിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടും അതിൻ്റെ റിസൾട്ട് അനുസരിച്ചിട്ട് അദ്ദേഹം പറയാറുണ്ട്. ഈ പറയുന്ന ഒരു കാര്യങ്ങളും ആളുകളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ ഇങ്ങനെ ചെയ്യാവൂ എന്നൊന്നും പുള്ളി പറയാറില്ല. വളരെ പാഷനേറ്റ് ആയിട്ട് കുക്ക് ചെയ്യുന്ന ഒരു വ്യക്തി, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കിച്ചൺ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി, ഭക്ഷണത്തെക്കുറിച്ചിട്ട് വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തി, വളരെ ഇഷ്ടത്തോടെ ഒരു ഭക്ഷണം ഉണ്ടാക്കി സെർവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു മീറ്റാണ് എന്നുണ്ടെങ്കിൽ അവിടെ പോയി അനിഷ്ടം പ്രകടിപ്പിക്കുന്നത് ആ കുക്ക് ചെയ്യുന്ന ആളോട് കാണിക്കുന്ന ഒരു ഡിസ്റെസ്പെക്റ്റ് ആണ്. എന്നിട്ട് അദ്ദേഹം പോർക്ക് മീറ്റിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ചില ആളുകൾക്ക് ഹേർട്ടായി, അവരുടെ റിലീജിയസ് ഫീലിങ്സിനെ ഹേർട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നു. എന്തിനാണ് അവരുടെ ചോയ്സിൽ അങ്ങോട്ടേക്ക് ഇടപെടാൻ വേണ്ടി പോയത്? എന്നിട്ട് ഇപ്പോൾ ഈ പോർക്കിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് റിലീജിയസ് ഫീലിംഗ് ഹേർട്ടായി എന്നൊക്കെ പറയുന്നത് എന്ത് മോശമായിട്ടുള്ള വിക്ടിം കാർഡ് ഇറക്കി കളിയാണ്. അതേപോലെ തന്നെ ഇവരുടെ മതപ്രചാരകനെയും സംരക്ഷകനെയും ഒക്കെ ഇറക്കിയിരിക്കുന്നു. അബ്ദുള്ള ബാസിൽ CP ഇപ്പോൾ ബൂം ബാങ്കിനെ പഠിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നു. എല്ലാവരും ഫുഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് അതിനകത്ത് ഇഷ്ടംപോലെ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. കാരണം ഫുഡ് എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും ഇന്ന ഫുഡ് പറ്റും, ഇന്ന ആളുകൾക്ക് ഇന്ന ഫുഡ് പറ്റില്ല എന്നൊന്നുമില്ല. അത് ഓരോ ആളുകളും ഡിസൈഡ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. എല്ലാ ജീവിക്കും ആ ജീവിക്ക് കഴിക്കേണ്ട ഭക്ഷണം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാലോ. പശു പോയിട്ട് പുല്ല് തിന്നുമ്പോൾ ഏത് പുല്ല് തിന്നണം, ഏത് പുല്ല് തിന്നണം അത് കൃത്യമായിട്ട് അറിയാൻ പശുവിന്. എല്ലാ ജീവിക്കും അറിയാം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ വന്ന് ഇതൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ കോടി വെച്ചിട്ട് നിങ്ങൾ എന്താ തിന്നേണ്ടത്? സകലമാന ജീവി കുഞ്ഞു കുട്ടികൾ കിട്ടുന്നതിനും നമ്മളെ ചെറുപ്പത്തിൽ സൗസറാണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പയറും കടലൊക്കെ തിന്നിട്ട് തിരിഞ്ഞ് കുട്ടികൾ കിട്ടുന്നുണ്ടില്ലേ? ഞാൻ നിന്നിട്ട് 2 കഷ്ണം. അടിസ്ഥാനപരമായി മനുഷ്യനെ മനസ്സിലാക്കുന്ന പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് സുഹൃത്ത് ജീനോമിന്റെ കാര്യമൊക്കെ പറഞ്ഞത്. മറ്റു പല മൃഗങ്ങളെയും പോലെയല്ല മനുഷ്യൻ. നേരത്തെ പറഞ്ഞല്ലോ, പശുവിനെ പുല്ലുന്നു അല്ലെങ്കിൽ ഒരു പശുക്കുട്ടി പെട്ടെന്ന് തന്നെ അതിന് വേണ്ടെന്നാളുകൾക്ക് അതിനനുസരിച്ച് അത് ജീവിച്ചു പോകും. എല്ലാവരും അവരുടെ പ്രകൃതം അനുസരിച്ച് ജീവിച്ചു പോകും. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നേച്ചർ മാത്രമല്ല നേച്ചറും പ്രധാനമാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്ത് പിന്നെ കാഷ്ടം തിന്നത്. കാരണം ഒരു മനുഷ്യക്കുട്ടിയുടെ മുമ്പിൽ അവന്റെ കാഷ്ടവും അവന്റെ ഭക്ഷണവും വെച്ചാൽ അത് രണ്ടും കഴിച്ചു വരും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവിടെ ഇന്നത് കഴിക്കാൻ പാടില്ല, ഇന്നത് കഴിക്കേണ്ടതാണ് എന്ന ഒരു ഗൈഡൻസ് അവൻ ആവശ്യമാണ്. അല്ലെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്ത് ചെയ്തതുപോലെ ഈ മരം തിന്ന് ജീവിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയല്ല മോനെ, അങ്ങനെ അത് തിന്നേണ്ടതല്ല, ഇത് തിന്നേണ്ടതാണ്. ഇന്നത് ശരിയല്ല, ഇന്നത് തെറ്റാണ്, ഇന്നത് ചെയ്യാൻ പാടുള്ളതാണ്, ഇന്നത് ചെയ്താൽ നല്ലതാണ്, പാവപ്പെട്ടവരെ സഹായിക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് തിന്മയാണ്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അധികം മനുഷ്യനെ പഠിപ്പിച്ചു കൊടുക്കാം. അതാണ് നേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് സാമൂഹികമായി ഒരുപാട് തരത്തിലുള്ള സംവിധാനങ്ങൾ അതിനുണ്ട്. അതിനപ്പുറത്ത് ഏറ്റവും നല്ല നേച്ചർ, ഏറ്റവും മികച്ച ഗൈഡൻസ് നമ്മെ സൃഷ്ടിച്ച നമ്മെ ഏറ്റവും കൂടുതൽ അറിയുന്ന പടച്ചവനാണ് തരാൻ സാധിക്കുക. ഇതാണ് മതം പറയുന്നത്. സയൻസിന്റെ മേമ്പൊടിയൊക്കെ ചെറുതായി ഒന്ന് തൂവി കൊടുത്തിട്ട് പോർക്ക് മീറ്റിന്റെ ദോഷങ്ങൾ എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത ആളുടെ വീഡിയോയിലെ മിസ്റ്റേക്കുകളെയാണ് ബൂം ബാങ് ചാനലിലെ ക്രിയേറ്റർ ചൂണ്ടിക്കാണിച്ചത്. ആ ചൂണ്ടിക്കാണിച്ച വീഡിയോയിലെ മിസ്റ്റേക്കുകളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് അബ്ദുള്ള ബേസിൽ CP വന്നത്. ശരിയാണ്, ബൂം ബാങ് ചാനലിലെ ആ ഒരു വീഡിയോയിൽ ചില കാര്യങ്ങളിൽ നമുക്കൊരു ക്ലാരിറ്റി ഒന്നും കിട്ടത്തില്ല. ചില കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ല എന്നുള്ളൊരു തോന്നൽ കേൾക്കുന്ന ആളുകൾക്ക് തോന്നും, ചില കാര്യങ്ങൾ മാത്രം. ഇനിയിപ്പോൾ അബ്ദുള്ള ബേസിൽ CP ഈ ഒരു കറക്ഷന് വേണ്ടി വരുന്ന സമയത്ത് എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? അയാൾക്ക് കറക്ഷൻ ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ഐഡിയയോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല. അയാൾ ആധുനിക ശാസ്ത്രത്തിനനുസരിച്ചിട്ടല്ല കാര്യങ്ങൾ നോക്കി കാണുന്നത്. അദ്ദേഹം നർസറി എന്നൊക്കെ പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. കേൾക്കുന്ന സമയത്ത് ഗംഭീരമാണ്. കാരണം ഈ പണ്ഡിതന്മാർക്കിടയിലെ ഇസ്ലാം മത പ്രചാരകർക്കിടയിലെ അറിവുള്ള ആളാണ്. മൂക്കില രാജ്യത്തെ മുർമുക്കൻ രാജാവാണ് അബ്ദുള്ള ബേസിൽ. മറ്റേ ഡെന്റിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഡോക്ടർ എന്ന് പറയുന്ന ഒരു ടാഗൊക്കെ ഉണ്ട്. അതൊക്കെ മതി, ഈ മതപ്രചാരണത്തിന് അതൊക്കെ മതി. യുവ ജനതയിലേക്ക് ഇസ്ലാം മതം എത്തിക്കാനായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ നേരിടുന്ന വെല്ലുവിളികളെ തരണം ചെയ്യാൻ വേണ്ടി ഒരു മാധ്യമ സംവിധാനമൊക്കെ ആയിട്ടാണ് പുള്ളിക്കാരൻ മുന്നോട്ടേക്ക് പോകുന്നത്. കോമഡിയാണ്, ബഹു കേമനാണ്, അദ്ദേഹത്തിൻ്റെ അനിയനും കേമോൽ കേമനാണ്. അപ്പം എന്തൊക്കെയാണെങ്കിലും ഈ മണ്ടത്തരം പ്രചരിപ്പിക്കാൻ അവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവർ ഈ ഒരു കാര്യത്തിലേക്ക് ഇടപെടുന്ന സമയത്ത് നമ്മൾ നോക്കിക്കാണണം അത് എങ്ങനെയാണ് അത് മതപരമായിട്ട് അവർ ഡീൽ ചെയ്യുക എന്നുള്ളത്. നർസറിങ് എന്ന് പറയുന്ന ഒരു കാര്യം യൂസ് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, ഇന്നത് നല്ലതാണ്, ഇന്നത് ചീത്തയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കും. ശരിയാണ്, പറഞ്ഞു കൊടുക്കും. നമ്മളുടെ ചുറ്റുപാടുകൾ, നമ്മളുടെ മാതാപിതാക്കൾ, അവരുടെ ചോയ്സുകൾ, നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ ചോയ്സുകൾ, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അതിനകത്ത് കുറച്ച് വകതിരിവ് സ്വന്തമായിട്ട് വേണം താനും.
എല്ലാ ആളുകൾക്കും പറഞ്ഞു തരാനായിട്ട് പറ്റത്തില്ല. കാരണം എല്ലാവരും എല്ലാം ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. പുതിയൊരു സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത്, പുതിയൊരു ഭക്ഷണം കാണുന്ന സമയത്ത് നമ്മളാണ് നമുക്കത് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് ചിന്തിക്കുന്നത്. ഇപ്പോൾ തായ്ലൻഡിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് മുതല ഇറച്ചിയൊക്കെ കഴിക്കാനായിട്ട് കിട്ടുമെന്ന് അറിയാൻ കഴിഞ്ഞു. എൻ്റെ കുടുംബത്തിൽ ആരും മുതലേ കഴിച്ച ചരിത്രം ഞാൻ കേട്ടിട്ടില്ല. ആരും അതിൻ്റെ ടേസ്റ്റ് എനിക്ക് പറഞ്ഞു തന്നിട്ടുമില്ല. പക്ഷേ എനിക്ക് മുതലേ കഴിക്കാനായിട്ട് ഒരു ആഗ്രഹമുണ്ട്, മുതല ഇറച്ചി കഴിക്കാനൊരു ആഗ്രഹമുണ്ട്. ഇതെന്താണ്, ചില ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ ടെക്സ്ചർ ഒക്കെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾക്കും ചിലപ്പോൾ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. ഈ നല്ലത് ചീത്ത എങ്ങനെയാണ് അബ്ദുള്ള ബേസിലിനെ പോലുള്ള ആളുകൾ ചിന്തിക്കുന്നത്? അത് ഇസ്ലാമിലെ നല്ലതും ചീത്തയും അനുസരിച്ചിട്ടാണ്. അത് ഈ ഭക്ഷണ കാര്യത്തിലേക്ക് വരുന്ന സമയത്താണ് അവിടെ ഈ ഒരു കാലഘട്ടത്തിൽ വിമർശനങ്ങൾ വരുന്നത്. ഓക്കെ, അത് ഭക്ഷണ സ്വാതന്ത്ര്യമാണ്, അത് കൾച്ചറലായിട്ടുള്ള ചില രീതികളാണ്, അതിനൊന്നും ആരും ചോദ്യം ചെയ്യുന്നൊന്നുമില്ല. ഏറ്റവും വലിയ പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഭക്ഷണമൊക്കെ കുക്ക് ചെയ്യുന്ന ആളുകളുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഈ സാധനം പറയുമ്പോഴാണ്, അയ്യേ പോർക്ക് മീറ്റ് ഞങ്ങൾ കഴിക്കില്ല, ഞാനൊരു മുസ്ലിം ആയതിൽ ഞാൻ അഭിമാനിക്കുന്നു, കണ്ടോ വല്ല ആവശ്യമുണ്ടോ? ഇങ്ങനെയുള്ള അപരാധങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയി പറയുകയും ഇത് കഴിക്കുന്ന ആളുകളെ ട്രിഗർ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് അവർ തിരിച്ച് വിമർശനങ്ങൾ ഉന്നയിക്കും, പല ചോദ്യങ്ങളും ചോദിക്കും. കാരണം ഏത് ഭക്ഷണമാണ് സേഫ് എന്ന് കണ്ടുപിടിച്ച് എഴുതാനായിട്ടുള്ള ശാസ്ത്രം അന്ന് വളർന്നിട്ടുണ്ടായിരുന്നില്ല ഖുറാനിൽ. അപ്പോൾ ഇന്നത്തെ അനുദിന ജീവിതത്തിലെ ആളുകളുടെ ലൈഫ് സ്റ്റൈലൊക്കെ അനുസരിച്ചിട്ട്, ഓരോ ഡയറ്റൊക്കെ അനുസരിച്ചിട്ട് ഓരോ ആളുകൾക്ക് വേണ്ട ഭക്ഷണത്തെ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പല കാര്യങ്ങൾ പല ആളുകൾ പറയും. അവിടേക്ക് ഈ മതം കൊണ്ടുവരുമ്പോൾ ഉള്ള പ്രശ്നമാണ്, ബീഫ് കഴിക്കാൻ മതപരമായിട്ട് പാടില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് മറ്റുള്ള ആളുകൾ ബീഫ് കഴിക്കുന്ന സമയത്തും വലിയ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതേ ചിന്ത തന്നെയാണ് പോർക്ക് ബാക്കിയുള്ള ആളുകൾ കഴിക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് ഉണ്ടാവുന്നത്. ഇതോരോ സ്ഥലങ്ങൾക്കനുസരിച്ചിട്ട് വേരി ചെയ്തിരിക്കും. പക്ഷേ ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉള്ളതുകൊണ്ടും അത് സംരക്ഷിക്കാനായിട്ട് ഇവിടെ ഒരു കോടതി ഉള്ളതുകൊണ്ടും ആളുകളുടെ ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളെ ഹനിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ വരില്ല. കാലം മാറിയതനുസരിച്ച് ചില മീറ്റൊക്കെ നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതല്ലാതെ ഇതിൻ്റെ പിന്നിൽ വലിയ സംഗതികളൊന്നുമില്ല. ഒരു കാലത്ത് ഈ പ്രോപ്പറായിട്ട് ഇത് സ്റ്റോർ ചെയ്യാനായിട്ടോ കുക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് പോർക്ക് മീറ്റൊന്നും ആളുകൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റിയിരുന്നില്ല. ഇപ്പോൾ തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ അത് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ പ്രകൃതിയാലേ ഉള്ളതുകൊണ്ട് അവരത് സ്റ്റോർ ചെയ്ത് വെച്ച് ഉപയോഗിച്ചു. ഇപ്പോൾ നമുക്ക് പ്രോപ്പർ സ്റ്റോറിങ് സംവിധാനങ്ങളില്ല, ഫ്രീസിങ് സംവിധാനങ്ങളില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നാശമാകുന്ന മീറ്റിൽ പെട്ട ഒന്നാണ് പോർക്ക് എന്ന് പറയുന്നത്. ഒരു കാലത്ത് ഇത് ഉപയോഗിച്ച് ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി കാണും. ഇപ്പോൾ അതിനകത്ത് ചില പാരസൈറ്റുകളെ, വേംസിനെയൊക്കെ പെട്ടെന്ന് കാണപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് വായിക്കാനായിട്ട് പറ്റി. അതൊക്കെ ഒരു കാലത്ത് അങ്ങനെയാണ്. അതേപോലെ തന്നെ ഈ ഒരു പോർക്ക് എന്ന് പറയുന്നത്, പന്നി എന്ന് പറയുന്നത് നമ്മൾ കോഴിയെ വളർത്തുന്നത് പോലെയും മുയലിനെ വളർത്തുന്നത് പോലെയും പശുവിനെ വളർത്തുന്നത് പോലെയും സിമ്പിളായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ജീവിയല്ല. അതിൻ്റെ ഒരു ജീവിത രീതി അങ്ങനെയല്ല. അതിങ്ങനെ ഇതിലേക്ക് കൂട്ടമായി നടന്ന് എന്തെങ്കിലുമൊക്കെ മാലിന്യം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെയൊക്കെ നടക്കുന്ന ജീവിയാണ്. എന്നാൽ ഈ ഒരു കാലത്ത് ഇതൊക്കെ ഫാമുകളിലേക്ക് മാറിയ സമയത്ത് അതിന് കൊടുക്കുന്ന ഭക്ഷണത്തിലും അതിന് കൊടുക്കുന്ന പ്രതിരോധ മരുന്നുകളിലൊക്കെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ടായി. ഇപ്പോൾ അങ്ങനെ കണ്ട വേസ്റ്റ് തിന്നുന്ന പന്നിയൊന്നുമല്ല, ഭക്ഷണാവശിഷ്ടങ്ങൾ തിന്നുന്ന പന്നിയാണെന്ന് തോന്നുന്നു നമുക്കൊക്കെ കൂടുതലായിട്ട് ലഭിക്കുന്നത്. ഒരു പ്രശ്നമില്ല, സേഫായിട്ട് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നല്ല ഇടങ്ങളിൽ നിന്ന് മീറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പന്നി ഫാമുണ്ട്, അവിടെ നമുക്ക് ഈ പോർക്ക് മീറ്റൊക്കെ വാങ്ങാം. ഈ കോട്ടയം ജില്ലയിൽ പല ആളുകളും പന്നി വളർത്തുന്നുണ്ട്. നല്ല പന്നിയിറച്ചി നമുക്ക് അവരുടെ അടുത്ത് നിന്ന് വാങ്ങാൻ പറ്റും. ഒരു പ്രശ്നമില്ല, ഇതൊക്കെ കഴിക്കുന്ന ആളുകൾക്ക് വലിയ കുഴപ്പമൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ബീഫൊക്കെ വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ബീഫല്ല പോത്തിറച്ചി വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ പണി കിട്ടാറുണ്ട്. കാരണം അതിനകത്ത് നമ്മൾ ആഹരിക്കാൻ താല്പര്യപ്പെടാത്ത ഗോമാതയെ അവർ മിക്സ് ചെയ്യാറുണ്ട്. അതൊരു കൾച്ചറിൻ്റെയും ഒരു ടേസ്റ്റിൻ്റെ ഡിഫറൻസ് ആണ്. ഞങ്ങൾ ഗോമാതയെ കഴിക്കാറില്ല. ഞങ്ങൾ മതപരമായിട്ടുള്ള റീസൺ കൊണ്ടല്ല ഗോമാതയെ കഴിക്കാത്തത്. ഞങ്ങളുടെ കൾച്ചറിനകത്ത് ഞങ്ങൾക്ക് ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോത്താണ്. പശുവിൻ്റെ ഇറച്ചി എന്ന് പറയുന്നത് നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ല. അത് ചില മേഖലകളിൽ കൃത്യമായിട്ട് എഴുതി വെച്ച് വിൽക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും വലിയൊരു സേഫ്റ്റി എന്ന് പറയുന്നത് അവിടെ പശു ആണെങ്കിൽ പശു, അല്ലെങ്കിൽ പോത്താണെങ്കിൽ പോത്ത്, എരുമയാണെങ്കിൽ എരുമ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നുമില്ല. ഒന്നെങ്കിൽ മട്ടൺ അല്ലെങ്കിൽ ഈ പോത്തിറച്ചി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കക്ക ഇറച്ചി തോടോടെ കറി വെക്കുന്ന ആളുകളുണ്ട്. ഇത് കേരളത്തിൽ തന്നെയുള്ള ഡിഫറെൻറ്റ് വെറൈറ്റികളാണ്. ചില പ്രദേശങ്ങളിൽ തോടോടെ കക്ക ഇറച്ചി ഉണ്ടാക്കി കഴിക്കുന്ന ആളുകളുണ്ട് എന്നൊക്കെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് കാണുകയുണ്ടായി. ഇപ്പോൾ എനിക്കോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് തന്നെ എനിക്ക് തോന്നുന്നില്ല പറ്റൂ എന്നുള്ളത് ഈ പരിപാടി. മലയോര മേഖലയോടൊക്കെ ചേർന്ന് കിടക്കുന്ന ആളുകൾക്കൊന്നും ഈ തൊണ്ടോടെ കക്കയൊന്നും ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് ഈ കക്ക കഴിക്കുന്നതിന് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം. കാരണം അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ശരീരത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അത് സ്ഥിരമായിട്ട് കഴിച്ച് വരുമ്പോൾ നമുക്ക് പ്രശ്നമില്ലാത്ത ചില സംഗതികളാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ ആളുകളുടെ പ്രദേശങ്ങൾ, അവരുടെ ജീവിത രീതികൾ, അവരുടെ കൾച്ചർ, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. അപ്പോൾ ഇന്ന മീറ്റ് മോശം, ഇന്ന മീറ്റ് നല്ലതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് ബീഫ് കഴിക്കുന്ന ആളുകളുണ്ടായിരുന്നു.
പണ്ട് തൊട്ട് എന്നും നല്ല രീതിയിൽ ബീഫ് കഴിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവർക്കൊന്നും കൊളസ്ട്രോളും കാര്യങ്ങളൊന്നുമില്ല. എന്നുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ല. അവരുടെ ജീവിത രീതിയിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ ജീവിത രീതി. എല്ലാ ഭക്ഷണത്തിനും എന്തെങ്കിലുമൊക്കെ സൈഡ് എഫക്റ്റ് നമുക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ഡെയിലി കഴിക്കുന്ന ചോറിനില്ലേ, കപ്പയ്ക്കില്ലേ, അതേപോലെ തന്നെ ചില മീനില്ലേ, ചില ഇറച്ചിക്കില്ലേ, എല്ലാത്തിനകത്തും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വലിയ കാര്യമായിട്ട് ചർച്ച മുന്നോട്ടേക്ക് ഉണ്ടാവാറില്ല. ലോങ് ടൈമിൽ കഴിക്കുന്ന സമയത്ത് ചില പ്രശ്നങ്ങൾ, ചില ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്. നമ്മൾ എത്രയോ ബിരിയാണി കഴിക്കുന്നു. ബിരിയാണി എന്ന് പറയുന്നത് എന്തൊക്കെ നമുക്ക് ശരീരത്തിന് ദോഷകരമായിട്ടുള്ള സാധനങ്ങളുടെ ഒരു മിശ്രിതമാണ്. എന്നാലും നമ്മളത് കൊതിയോടെ ഇഷ്ടത്തോടെ കഴിക്കാറുണ്ട്. ഈ പോർക്ക് മീറ്റ് എത്ര ചൂടാക്കുമ്പോഴാണ് സേഫ് ആവുന്നത് എന്നൊക്കെ അറിയത്തില്ല എന്നൊക്കെ മറ്റേ പുള്ളി തട്ടുവിടുന്നത് കണ്ടു. അങ്ങനെയൊന്നുമില്ല. ലോകത്ത് പല ഭാഗങ്ങളിലും സുലഭമായിട്ട് ആളുകൾ പോർക്ക് ഉപയോഗിക്കാറുണ്ട്. 165 ഫാരൻഹീറ്റോ അങ്ങനെ ഒരു കണക്കിലൊക്കെ പറയുന്നുണ്ട് ഏറ്റവും സേഫ് ആയിട്ട് അത് കഴിക്കാൻ പറ്റുന്ന ഒരു ചൂടിനെ കുറിച്ചിട്ട്. ഏത് മീറ്റ് ആണെങ്കിലും പ്രോപ്പറായിട്ട് കുക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സേഫ് അല്ല. പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യാത്ത സേഫ് ആയിട്ടുള്ള മീറ്റ് കഴിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആ ഒരു അറിവില്ലാത്തതുകൊണ്ട് നമ്മൾ പ്രോപ്പർലി കുക്ക് ചെയ്ത് കഴിക്കുന്നതായിരിക്കും സേഫ്. അതുകൊണ്ട് തന്നെ ഭക്ഷണ കാര്യത്തിൽ മതം എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഒരു പ്രാധാന്യവും ഇല്ല. കാരണം അതൊക്കെ കാലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച എന്തോ ഒരു സാധനമല്ല. അതിനകത്തൊന്നും ഒരു പ്രാധാന്യമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കുക, നിങ്ങളുടെ ശരീരത്തിന് അത് പറ്റുന്നതാണോ എന്നുള്ളത് പരിശോധിക്കുക. പറ്റുന്ന ഭക്ഷണങ്ങൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക, പറ്റാത്ത ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റാത്തത് ബാക്കിയുള്ള ആളുകൾക്കും പറ്റരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയൊക്കെ വെറും വില കുറഞ്ഞ ചില പിടിവാശികളൊക്കെയാണ്. അതേപോലെ തന്നെ മറ്റേ സാധനം എനിക്ക് നല്ല കോമഡി ആയിട്ട് തോന്നി. ഞങ്ങൾ ബീഫിൻ്റെ പേരിൽ ആളുകൾ ആക്രമിക്കുന്നത് പോലെ പോർക്കിൻ്റെ പേരിൽ ആരെയും ആക്രമിച്ചിട്ടില്ല. മതവിശ്വാസികൾ ഇത്തരത്തിലുള്ള കള്ളക്കണ്ണീരൊക്കെ വിശ്വസിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. ആക്രമിക്കാനായിട്ടുള്ള സാധ്യതയില്ല. അതിനുള്ള ആ ഒരു ബലമില്ലാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ആക്രമിച്ചില്ല. അത് ഉണ്ടെങ്കിൽ ഇവർ ആക്രമിക്കും. ഈ മതത്തിനകത്ത് എന്ത് സാധനം ഇട്ടാലും ഇത് ബാക്കിയുള്ള ആളുകളും ഇത് ഫോളോ ചെയ്യണമെന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഒരു കൂട്ടം ആളുകൾക്കുണ്ട്. അതങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ പശുവും പന്നിയൊക്കെ വലിയ പ്രശ്നമായിട്ട് മാറുന്നത്. ഇപ്പോൾ മതത്തിനകത്ത് വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ജീവിയെക്കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നാലുപാടും പല വീഡിയോസ് ഇറങ്ങിയാലും വലിയ ഡിബേറ്റുകൾ ഉണ്ടായാൽ ഈ മതം എന്തിനകത്തെങ്കിലും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.